ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. പിന്നെ പതിയെ പോലെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഒരു 6:30 ഷോപ്പിലെത്തിയിട്ടോ. 6:30 ഒരു 7 മണിയായപ്പോൾ. പിന്നെ ഫുള്ള് മെസ്സേജ് കിടക്കുകയാണ്. ഞാൻ ഡ്രസ്സ് കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്നാണ് നമ്മളുടെ സ്കൂളത്തെ വാർഷികം. 69ാമത് വാർഷികമാണ് GLP സ്കൂളിൻ്റെ. അപ്പോൾ രാവിലെ 10 മണിക്ക് പരിപാടികൾ തുടങ്ങും. ഓൺ സ്റ്റേജും ഓഫ് സ്റ്റേജും ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിപാടികൾ തുടങ്ങും. പിന്നെ കുട്ടിപ്പാട്ടുകൾ, കവിതകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്. ബാക്കി സ്റ്റേജ് പരിപാടിയൊക്കെ 5 മണിക്ക് ശേഷം കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി ഇത് ഒരു പാരൻസിൻ്റെയും പിന്നെ എൻ്റെതും കൂടി ഉണ്ട് തയ്ക്കാൻ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് തയ്ക്കാൻ നേരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ തയ്ക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഞാൻ തയ്ച്ചിരുന്നല്ലോ, ഒരു ബ്ലൂ. അത് ചിലപ്പോൾ ഞാൻ അതിടും. എനിക്ക് തയ്ക്കാൻ നേരമില്ല കേട്ടോ. അപ്പോൾ ഓരോന്നും അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ ഇത് അടിക്കട്ടെ കേട്ടോ, എന്നിട്ട് വേണം പരിപാടിക്ക് പോവാൻ. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിട്ടോ, ഒരു 9:30 ഇറങ്ങിയപ്പോൾ. സാധാരണ ഒരു 9 മണിക്ക് ഇറങ്ങും, അപ്പോഴാണ് മദ്രസ വിടുന്ന സമയമല്ലേ. അപ്പോൾ 9:30 ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ അവർക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടാം കേട്ടോ, സെപ്പറേറ്റ് വീഡിയോസ് ഇടാച്ചിട്ടാണ്. പൊന്നെ പൊന്നെ ചിമ്മിക്കുട്ടാ. അപ്പോൾ നമ്മളുടെ റിംഗ് ഡാൻസിൻ്റെ റിങ്, പിന്നെ ഇന്ന് പരിപാടിക്കുള്ള കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇത് ഇന്ന് ഇപ്പോൾ പോകുമ്പോൾ ഇത് ഇട്ട് കൊടുക്കണം. പിന്നെ അവനക്ക് ഒപ്പനൊക്കെ ഉള്ളത് റിംഗ് ഡാൻസിൻ്റെ, പിന്നെ നാടൻ പാട്ടിൻ്റെതുണ്ട്. അത് മുണ്ടാണ് കേട്ടോ, നാടൻ പാട്ടിൻ്റെ മുണ്ടും. നമ്മളന്ന് ജുബ്ബ അടിച്ചില്ല, മഞ്ഞ ജുബ്ബ, അതുമാണ്. പിന്നെന്താ, ഒക്കെയാണ് വിശേഷം. അപ്പോൾ ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനും അസ്മിക്കുട്ടനും മാച്ചിങ് ആണ്. ഇവിടെ സെറ്റ് മാച്ചിങ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അസ്മിക്കുട്ടനും ഫ്രഷാക്കി. പിന്നെ റിങ് പിടിച്ചോ. പിന്നെ ഇപ്പോൾ പാട്ട് പരിപാടികളാണ്, അതിന് വേണ്ടി പോകും കേട്ടോ. എന്താ പറയാനുള്ളത്, പരിപാടിക്ക് എന്താ പറയാനുള്ളത്? 10:15 10 മണിക്ക് തുടങ്ങുന്നതന്നെ, എന്നാലും ഒരു 5 മിനിറ്റ് അല്ലേ, കുഴപ്പമില്ല. വാ. അപ്പോൾ നമ്മളുടെ സ്റ്റേജ് ഇത് ബാക്ക് ഭാഗമാണ്, അങ്ങോട്ടാണ് കേട്ടോ. പള്ളിനോട് ചാടിയിട്ടുണ്ടാണ് സ്റ്റേജ്. ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ വർണ്ണോത്സവം 2 എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ നല്ലൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ ക്രിയേഷനാണെന്ന് അറിയില്ല കേട്ടോ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു മദ്രസൊക്കെ വിട്ട് വരണ്ടേ എന്ന് വിചാരിച്ചിട്ടാവാം കുറച്ച് കുട്ടികളൊക്കെ ലേറ്റ് ആയിക്കണം. അപ്പോൾ ഈ ആളിൽ വെച്ചിട്ടാണ് പാട്ടും പിന്നെ കഥാപ്രസംഗം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. ഉദ്ഘാടനമൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയ തോതിൽ ഉദ്ഘാടനം ഇവിടെ വെച്ചിട്ടാണ്, ബാക്കിയൊക്കെ 5 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് അലങ്കരിക്കാൻ വേണ്ടി ബലൂണുകൾ ഇങ്ങനെ അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ഹനീഫാക്കത് ഞങ്ങളുടെ മെമ്പറാണ് കേട്ടോ, ചിത്രേച്ചിയാണ്. പിന്നെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ സഹായത്തിനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ, ഒരാഴ്ചയായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരാതിയും പരിഭവങ്ങളും അവർക്കുണ്ട്. പിന്നെ ഞാൻ പച്ചക്കറി അരിയാൻ ഞാൻ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഡ്രസ് കോഡുകൾ അടിക്കാനുണ്ട്, കല്യാണ വർക്കും പിന്നെ വാലൻറ്റിയും അതിനെല്ലാം കൂടി. ഇക്കൊല്ലം ഗ്രൂപ്പിലൊന്നും വിട്ടിട്ടില്ലല്ലോ, അതെന്താ വെച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, അറിഞ്ഞാലിക്ക് വരാൻ പറ്റില്ല, പരിപാടി ഉള്ളതറിയാം. പിന്നെ നമ്മളുടെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെറിയ അംഗനവാടി കുട്ടികളുടെ പരിപാടി തുടങ്ങി. അംഗനവാടി കുട്ടികൾ UKG, പിന്നെ 1 2 3 4 5 അങ്ങനെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമുക്ക് അടിപൊളി ബിരിയാണി കേട്ടോ.
പച്ചക്കറി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വികൃതി കാട്ടുന്നുണ്ട്, കുറേ ഭക്ഷണം വാരി കളയുന്നുണ്ട്. ചെറിയ മക്കളല്ലേ, അപ്പോൾ അവർ അവരുടേതായ ഇതിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസ്മിക്കുട്ടൻ ആദ്യം പറഞ്ഞ് വാരി തരണമെന്ന്, പിന്നെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാൻ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ ഡ്രസ് കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വാവ്, അടിപൊളി, നല്ല ഡാർക്ക് റോസ് കളറാണ്. 8 ആൾക്കുള്ള ഡ്രസ് കോഡാണ്. പിന്നെ 2 ഫ്രോക്കും 6 ചുരിദാറുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഡ്രസ് കോഡ് ഇതാണ് കേട്ടോ. ഞങ്ങളുടെ മാണിങ്ങാട് സ്കൂളിൻ്റെ അമ്മമാരുടെ ഡ്രസ് കോഡ്. അപ്പോൾ അതാ ഞാൻ ഷോപ്പിൽ പോയി വന്ന് പിന്നെ എൻ്റെ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടാ, കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ടാവും, കാണിച്ചു തരാം കേട്ടോ. അതാ അസ്മിക്കുട്ടനും ഉണ്ട്. അപ്പോൾ നേരെ 5 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 5:15 അസ്മിക്കുട്ടാ എന്താടാ? അപ്പോൾ അസ്മിക്കുട്ടനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകും കേട്ടോ. പിന്നെ എല്ലാം ധൃതി പിടിച്ചിട്ട് ഇന്ന് കുട്ടികളെ മാറ്റിക്കൽ മത്സരങ്ങളുടെ ഒരു ജഗ പുകയായിരുന്നു കേട്ടോ. കാരണം അവരെ വേഗം സ്റ്റേജിന്മേൽ കയറ്റണം, ഒരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കയറ്റണം. അങ്ങനെ ആ കാരണം എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് കേട്ടോ മോൻ്റെ റിംഗ് ഡാൻസാണ് ഇത്. ഒന്ന് റിംഗ് ഡാൻസും പിന്നെ ഒരു ഒപ്പനയാണ് കേട്ടോ മോൻക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ ഒപ്പനക്ക് വേണ്ടി അവർ റെഡി ആയിരിക്കണം. ഇതാണ് ഞങ്ങളെ മുന്നാസാണ് കേട്ടോ പുതിയാപ്പിള. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ പരിപാടിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾക്കൊരു ഞായറാഴ്ചയാണ്, ഇതൊരു കല്യാണത്തിന് പോയതാണ് കേട്ടോ. നമ്മളുടെ വട്ടർക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലത്തെ കല്യാണമാണ്. അപ്പോൾ ഞാനും അസ്മിക്കുട്ടനും പോയി. പിന്നെ ഉമ്മയും പിന്നെ നാത്തൂനും അവർ കുട്ടികളൊക്കെ പിന്നെ വരാമെന്നാണ്. ഞാനും അസ്മിക്കുട്ടനും ആദ്യം പോയിട്ടോ. പിന്നെ എനിക്ക് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം. നമ്മൾ പരിപാടിൻ്റെ ക്ഷീണവും പിന്നെ ഒരുപാട് വർക്കൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ള കാരണം ഞാൻ കിഞ്ഞി ചെന്നിട്ട് വേണം വേഗം കിടന്നുറങ്ങാൻ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കല്യാണത്തിന് പോയത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അതാ പുതിയ സ്റ്റേജിന്മേൽ ഉണ്ട്. പിന്നെ അസ്മിക്കുട്ടനെ ആകെ ഓടിപ്പാടി നടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവനക്ക് കമ്പനിക്ക് പറ്റിയ ആരും ഇല്ല കേട്ടോ. എന്നാലും അവനിങ്ങനെ ഒരു ഇതിലാണ്. ഇതാ പെണ്ണ് സ്റ്റേജിന്മേൽ ഉണ്ട്. എന്താ പറയുക, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ഓരോ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ബൊഫേ ടൈപ്പ് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവർ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റൊക്കെ തന്നു. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഒരു 12 മണി ആയിട്ടില്ല, 11:30 അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ചിക്കൻ മന്തിയുണ്ട്. പിന്നെ എന്താ പറയുക, ബീഫ് ഇതുണ്ട്, ബിരിയാണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തോ ബീഫ് ബിരിയാണിക്ക് വലിയ സുഖം തോന്നി. അപ്പോൾ ഞാൻ മന്തി കഴിച്ചു നോക്കാൻ വിചാരിച്ചു. പക്ഷേ മന്തി എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ മന്തി കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ പക്ഷേ പിന്നെ അതാ ഭക്ഷണമൊക്കെ കഴിച്ച് അസ്മി ഒറ്റക്കനെ വാരി തിന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ ഇത്രക്കുള്ളൂ വീഡിയോ.